കേരളത്തിലെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. ഇപ്പോൾ ആണെങ്കിലോ മഞ്ചേശ്വരത്ത് കൊടി പിടിച്ചിരിക്കുന്ന അപവാദങ്ങളും വിവാദങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. കാരണം SDP സ്ഥാനാർത്ഥി ഇപ്പോൾ 2 ദിവസം മുമ്പ് പത്രിക പിൻവലിച്ചു. ഭയങ്കര പ്രഷറായിരുന്നു പത്രിക പിൻവലിക്കാനായിട്ട്. അതിന്റെ ഒപ്പം തന്നെ മഞ്ചേശ്വരം ഡീൽ എന്നൊരു പ്രഖ്യാപനം കൂടി, അല്ലെങ്കിൽ ഒരു അപഖ്യാതി കൂടി മഞ്ചേശ്വരത്തെ വേട്ടയാടുന്നുണ്ട്. എന്താണ് മഞ്ചേശ്വരം ഡീൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2016 ഇലക്ഷന്റെ കഥ തൊട്ട് നമുക്ക് ആരംഭിക്കാം. കാരണം 2016 UDF സ്ഥാനാർത്ഥി, അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് ആയിരുന്നു. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നിസ്സാര വോട്ടുകൾക്കാണ് അന്ന് അബ്ദുൾ റസാഖ് ജയിച്ചത്. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ തോറ്റു. പക്ഷേ തോറ്റ സുരേന്ദ്രൻ പിന്മാറിയില്ല. കോടതിയിൽ കേസ് കൊടുത്തു. തനിക്കെതിരെ അല്ലെങ്കിൽ താൻ ജയിക്കാതിരിക്കാനായിട്ട് വൻതോതില് വ്യാജ വോട്ടുകൾ നടത്തിയെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നത്. അതൊരു പ്രസ്താവന മാത്രമല്ല, അദ്ദേഹം അതിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. ഏകദേശം കോടതി K സുരേന്ദ്രൻ അനുകൂലമായ ഒരു വിധി പ്രസ്താവിക്കുന്ന രീതിയിൽ എത്തിയപ്പോഴാണ് നമ്മുടെ നിയുക്ത, അതായത് അന്ന് വിജയിച്ച അബ്ദുൾ റസാഖ് മരണപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഒരു ബൈ ഇലക്ഷൻ വരികയും അതോടുകൂടി ആ കേസ് ഡിസ്പോസ് ആവുകയും ചെയ്തു. ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വിജയിച്ച ഖമറുദ്ദീൻ ആണ്. എന്നാൽ ഖമറുദ്ദീൻ ആകട്ടെ തൊട്ടടുത്ത് വന്നതിന് ഒരു ഫാഷൻ ഗോൾഡ് കേസിൽ അകത്താകുകയും ചെയ്തു. ഇതൊക്കെയാണ് മഞ്ചേശ്വരത്തെ വേട്ടയാടുന്ന ഡീലിന്റെ കഥകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് 2026 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും NDA സ്ഥാനാർത്ഥി ആയി മത്സരിക്കാൻ അല്ലെങ്കിൽ പത്രിക സമർപ്പിച്ചിരിക്കാൻ നമ്മുടെ K സുരേന്ദ്രൻ. എന്നാൽ ഇന്ന് ഈ K സുരേന്ദ്രനെ വിജയിക്കാതിരിക്കാനായിട്ട് മഞ്ചേശ്വരത്ത് ഒരു വലിയൊരു ഡീല് തന്നെ നടക്കുന്നുണ്ട്. എന്താണെന്നോ, UDF സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് AKM അഷ്റഫ് ആണ്. ഈ അഷ്റഫിന് ഒരു അപരം തന്നെയാണ് SDP സ്ഥാനാർത്ഥി ഒരു അഷ്റഫിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡീല് നടത്തിയത് SDP-ക്കാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കാരണം SDP നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ അത് പിൻവലിക്കണം എന്നൊരു ആവശ്യമാണ് UDF ഉന്നയിച്ചത്. എന്തുകൊണ്ട് K സുരേന്ദ്രനെ എന്തുകൊണ്ടും വിജയിപ്പിക്കരുത് എന്നൊരു തന്ത്രമാണ് ഇതിന് പിന്നില്. മാത്രവുമല്ല PDP പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 140 മണ്ഡലങ്ങളും CPM-നാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് PDP പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിലൊരു മണ്ഡലത്തിൽ, അതായത് മഞ്ചേശ്വരത്ത് PDP പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് UDF-നാണ്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, സകലമാന വർഗീയ ശക്തികളും കൂടി ഒരു കാര്യം ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട്: NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനെ ഒരു കാരണവശാലും വിജയിപ്പിക്കരുത്. ഇത് തന്നെയാണ് 2016 നടന്നത്. പക്ഷെ അന്ന് ഇതിന്റെ ഒരു തനിയാവർത്തനമാണ് നടന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് സുരേന്ദ്രന് ആ കേസ് വിജയിക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ ഇന്ന് ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, അവിടെ ഒരു LDF സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷെ ആ സ്ഥാനാർത്ഥി വന്നോ നിൽക്കുന്നോ എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ്. കാരണം അവിടുത്തെ നേതാക്കൾ പോലും അല്ലെങ്കിൽ സഖാക്കൾ പോലും ആ ഒരു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം അവിടെ മുൻതൂക്കമുള്ളത് മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനായതുകൊണ്ട്. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും ഇവിടെയുള്ള പലർക്കും സംശയമാണ്. കാരണം അവിടുത്തെ സഖാക്കൾ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാറില്ല. കാരണം മഞ്ചേശ്വരം എന്നത് മുസ്ലിം വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായതിനാൽ അവിടെ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആയതിനാലും സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ K സുരേന്ദ്രൻ വിജയിക്കാതിരിക്കാനായിട്ട് എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനാണ് പതിവ്. അത് തന്നെയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കഥ തന്നെയാണ് ഇപ്പോൾ 2026 ആരംഭിക്കാനായിട്ട് പോകുന്നത്. PDP ഉണ്ട്. SDP-യുടെ സ്ഥാനാർത്ഥി തന്നെ പത്രിക പിൻവലിച്ചു. അദ്ദേഹമാണെങ്കിൽ അഷ്റഫ് ആണെങ്കിൽ ഇപ്പോൾ SDP തന്നെ വിട്ടു പോയിരിക്കുകയാണ്. പറഞ്ഞത് പാർട്ടി തന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു, അതുകൊണ്ട് പിൻവലിച്ചു. എന്താണ് അതിന്റെ പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോ UDF-ഉമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDP-ക്ക് ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവുന്നു, പ്രാദേശികമായിട്ട് മനസ്സിലാവുന്നു. അത് ചില ജില്ലാ ഘടകം, എല്ലാവരും അല്ല, ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDF ആയിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് പാർട്ടി ഭാരവാഹിത്വമൊക്കെ രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ പ്രാഥമിക അംഗത്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കൂടി ആലോചിക്കാനുണ്ട്.
എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ നിരാശയാണ്. അവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട്. അഷ്റഫിന് വ്യക്തിപരമായ എത്രത്തോളം സങ്കടമുണ്ട്? വ്യക്തിപരമായി സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകർ അല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്ത. അതിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മളെ കുറെ ഈ കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം അവനക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ട്. തീർച്ചയായും ഉണ്ടാവും. അത് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. എന്തുകൊണ്ട് അങ്ങനെ അവർ പറയുന്നത് തന്നെ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെടരുത്. LDFന്റെ സ്ഥാനാർത്ഥിയുടെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ്. സാധാരണ LDF സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ്. എന്തുകൊണ്ട് ഇപ്രാവശ്യം മഞ്ചേശ്വരത്ത്, അതും ഇത്രയും വിവാദങ്ങളും ഈ മഞ്ചേശ്വരം ഡീലൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ LDF അവിടെ നിർത്തി എന്നത് ഒരു ചോദ്യം തന്നെയല്ലേ? കാരണം ഇത്രയും മുസ്ലിം വിശ്വാസികളുള്ള മഞ്ചേശ്വരത്ത് ഒരിക്കലും അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വോട്ടും കൂടി, അതായത് LDFന്റെ വോട്ടും കൂടി അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു വച്ചുമാറുന്ന ഡീൽ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. PDP ഇവരുടെ കൂടെയുണ്ട്. കാരണം 139 മണ്ഡലങ്ങളിലും LDFന് പിന്തുണ പ്രഖ്യാപിച്ച PDP എന്തുകൊണ്ട് ഒരു മണ്ഡലത്തിൽ അത് മഞ്ചേശ്വരത്ത് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു? ഇതൊക്കെയല്ലേ ഡീൽ എന്ന് പറയുന്നത്? K സുരേന്ദ്രനെ വിജയിപ്പിക്കരുത്, NDA സ്ഥാനാർത്ഥി അവിടെ വരരുത്, താമര വിരിയരുത്. ഇത് ആരുടെ ആവശ്യമാണ്? ഒരു വശത്ത് VD സതീശൻ പറഞ്ഞ് ഞങ്ങൾ വർഗീയ ശക്തികളായിട്ട് കൂട്ടുകൂടുന്നില്ല. പിണറായി വിജയനും പറഞ്ഞു ഞങ്ങൾ വർഗീയ ശക്തികളായിട്ട് കൂട്ടുകൂടുന്നില്ല, ഞങ്ങൾ അകറ്റി നിർത്തുന്നു. PDP എന്നത് അതും അബ്ദുൾ നാസർ മദനിയുടെ പാർട്ടിയാണ് PDP. ആ PDP പോലും ഇവർ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഭയങ്കര ടൈപ്പ് ഉണ്ടായിരുന്നു പിണറായി വിജയൻ. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടായിട്ട് ഇപ്രാവശ്യം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ കൂട്ടുപിടിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഇടതും വലതും ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചിട്ടാണ് വോട്ട് നേടുന്നത്. കാരണം അവർക്ക് NDA സ്ഥാനാർത്ഥിയെക്കാൾ വിജയം നേടണമെങ്കിൽ എല്ലാ വർഗീയ ശക്തികളുടെയും കൂട്ടുപിടിക്കാതെ അവർക്ക് ഒരിക്കലും NDA സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാവില്ല.